ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഡലി തട്ടിലെ ചിക്കനും മുട്ടയൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു റെസിപ്പിയില്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ചിക്കൻ ബ്രസ്റ്റ് അല്പം ഉപ്പും മഞ്ഞളും തേച്ച് ഇതേപോലെ ഇഡലി തട്ടിൽ ഒരു തട്ടിൽ വെച്ച് കൊടുക്കുക. മറ്റൊരു തട്ടിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കവും ചേർക്കാം. ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇനി എരിവിനായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചുവന്ന മുളക് നീളത്തിലുള്ളത് അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു മുട്ടയും വേണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ഇഡലിത്തട്ടിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. വേവത്തില്ല എന്നുള്ള ടെൻഷനൊന്നും തന്നെ വേണ്ട. ഇനി നമുക്ക് മയോനൈസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇഡലിത്തട്ടിൽ ആവി കൊടുത്ത് വേവിച്ചെടുത്ത സാധനങ്ങളെല്ലാം, ചിക്കൻ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാനൊരു ചീസ് സ്ലൈസ് കൂടി ചേർത്തിട്ടുണ്ട്. അത് വളരെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിൽ ഞാൻ കാണിക്കാൻ മറന്നുപോയ കാര്യം, ഇത് നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്ത് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒണിയനും ക്യാപ്സിക്കവും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ക്യാരറ്റോ ക്യാബേജോ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തക്കാളിയോ ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോനൈസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ ബ്രെഡിൻ്റെ ഫില്ലിങ് റെഡിയായി. ഇനി ഒരു ബ്രെഡിനകത്തേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് 2 സൈഡും നല്ലതുപോലെ മൊരിയുന്ന രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചിരിക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണമെങ്കിൽ കൂടുതൽ തട്ടുകളിൽ കൂടുതൽ സാധനങ്ങൾ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിന് നല്ല ടേസ്റ്റാണ്. ആ മയോണൈസ് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി മയോണൈസാണ്. പിന്നെ ഞാനിതിൽ കുറച്ച് കൂടുതൽ ചില്ലീസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരല്പം സ്പൈസി വേർഷൻ വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉള്ള രീതിയിൽ ഇതിൻ്റെ അതായത് പ്രത്യേകിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്